ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പുട്ടെന്ന് പറയുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് മാമ്പഴം ചേർത്തിട്ടുള്ളൊരു പുട്ട്. മാമ്പഴപ്പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരുപാട് രീതിയിൽ മാമ്പഴപ്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഏറ്റവും സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മാമ്പഴപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പുട്ടുണ്ടാക്കുമ്പോൾ മാമ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്തൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാമ്പഴപ്പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് പുട്ടുപൊടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാൻ ചൂടാക്കാൻ വെച്ചത്. അതിലേക്ക് 2 ഗ്ലാസ് പുട്ടുപൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നതിൽ എലൈറ്റിൻ്റെ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പൊടിയുണ്ടോ. ഇതുപോലെ നല്ല തരിതരിപ്പോട് കൂടിയ പുട്ടുപൊടിയാണ് എപ്പോഴും നല്ലത് കേട്ടോ പുട്ടുണ്ടാക്കാൻ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റിൽ പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നല്ലപോലെ വറുത്തതിന് ശേഷം പുട്ടുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വാദോട് കൂടിയ പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പുട്ടുപൊടി വറുത്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. അത് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. നല്ലപോലെ വറുത്തെടുക്കണം. ഇത് നമുക്കറിയാൻ പറ്റും. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നല്ല മണം ഉണ്ടാകും. പുട്ടുപൊടിയിൽ നല്ലൊരു മണം ഉണ്ടാകും. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ടുപൊടിയെല്ലാം കൂടെ ഞാനൊരു ബൗളിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പുട്ടുപൊടിയും തേങ്ങയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ വറുത്തെടുത്ത പുട്ടുപൊടിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം, കുഴപ്പമില്ല. പക്ഷെ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള തണുത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം, ഒരുപാട് തിളച്ചുപോയ വെള്ളമല്ല, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് നമുക്കതങ്ങോട്ട് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റോളം ഇതിങ്ങനെ ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന പുട്ടുപൊടി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് നമുക്ക് മാമ്പഴത്തിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കണം. ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യാണ് എടുത്തത് കേട്ടോ. നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു മാമ്പഴം, നന്നായിട്ട് പഴുത്ത മധുരമുള്ളൊരു മാമ്പഴമാണ് എടുത്തത് കേട്ടോ. ഇത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തത് ഇട്ട് കൊടുത്തു. ഈ മാമ്പഴം ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴന്ന് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഇതൊന്നങ്ങ് ഉടച്ചെടുക്കണം. ഉടച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഈ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു മണം വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. മാമ്പഴത്തിൻ്റെ കണ്ടോ, നന്നായിട്ട് ഒന്ന് കുക്കായി വരട്ടെ. നന്നായിട്ട് കുക്കായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടാൽ ആ കറക്റ്റ് നല്ലൊരു ടെക്സ്ചറിലുള്ള നല്ല മധുരത്തിലുള്ള ഒരു പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ചെറിയൊരു പുളിരുചി ഉണ്ടാവും. അതുകൊണ്ട് മാമ്പഴം ഇങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഇളക്കുക. അതിനുശേഷം ലാസ്റ്റ് വേണം തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാൻ. തേങ്ങ ഞാൻ 1 മുറി ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എത്ര പുട്ടുണ്ടാക്കുന്നോ അതിനാവശ്യമായിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. തേങ്ങ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇടുന്നത് ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ആ ജീരകത്തിൻ്റെ കൂടെ ഉള്ളൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, നല്ല എരിവുള്ള 4 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു. ആ പച്ചമുളകിൻ്റെ ഒരു എരിവും മാമ്പഴത്തിൻ്റെ മധുരവും ഒക്കെ കൂടെ ചേർന്നിട്ട് പുട്ട് കഴിക്കുമ്പോഴത്തേക്ക് സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാം, ഒന്നുമില്ലെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് വച്ചു. ഇനി പുട്ടുപൊടി എന്തായെന്ന് നോക്കാം. പുട്ടുപൊടി നന്നായിട്ട് കുതിർന്ന് നല്ല പാകമായിട്ട് ഇരിപ്പുണ്ട്. ഇതിന് കണ്ടോ, ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഇതാണ് പുട്ടുപൊടിയുടെ പാകം. നന്നായിട്ട് കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട്.
ഇതിനെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് പൊടിക്കോ അരയ്ക്കോ ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തിരിച്ചെടുക്കുക. അപ്പോൾ പൊടി നന്നായിട്ടൊന്നും കൂടെ കട്ടയൊന്നും ഇല്ലാതെ എല്ലാം ഒരേ പാകത്തിന് ഒരേ ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങയും ഉപ്പും എല്ലാം ഒരേപോലെ ഈവനായിട്ട് പുട്ടിൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ടാകും. പൊടി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടും വരും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് തിരിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ പുട്ടുപൊടിയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒരു നല്ലൊരു പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മാമ്പഴ പുട്ടല്ല, ഏത് പുട്ടുണ്ടാക്കുമ്പോഴാണ് പുട്ടുപൊടി റെഡിയാക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് ചെയ്യാറ് കേട്ടോ. നല്ല പുട്ട് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഈ സമയം കൊണ്ട് ഞാനൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മോൾഡ് പുട്ടുകുറ്റീനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് നമ്മൾ പൊടി ഇടുന്നതെന്നുണ്ടെങ്കിൽ പുട്ടുകുറ്റിയിലൊന്നും ഇത് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് പുട്ടുകൂടി ഇറങ്ങി വരും. ഇതിലേക്ക് ചൂടായ ആ ഒരു മോൾഡിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ മാമ്പഴത്തിൻ്റെ മസാല ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പൊടിയിടാം. പുട്ടുപൊടി നമ്മൾ ഒരു പുട്ട് എടുത്ത് ഫില്ല് ചെയ്ത് പിന്നെ വെച്ച് സ്റ്റീം ചെയ്യാൻ വെച്ചതിന് ശേഷം ബാക്കി പൊടി അടച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ഇതിലേക്ക് അടുത്ത ഫില്ലിങ്സ് വീണ്ടും അടുത്ത ഒരു സെക്ഷൻ മാമ്പഴത്തിൻ്റെ കൂട്ടുകൂടെ ഇടാം കേട്ടോ. ആ മാമ്പഴവും തേങ്ങയും പച്ചമുളകും ഒക്കെ കൂടെ നല്ല ഒരു മണമാണ് കേട്ടോ ആവി കയറി വരുമ്പോഴേക്ക്. ഇതിലേക്ക് ബാക്കി തേങ്ങ കൂടി അരിപ്പൊടി കൂടി ഇട്ട് പുട്ടുപൊടിയും കൂടി ഇട്ട് ഇങ്ങനെ നമ്മുടെ പുട്ടുകുറ്റിനെ ഫില്ലാക്കി എടുക്കാം, നിറച്ച് എടുക്കാം. ഒരിക്കലും കൈകൊണ്ട് അമർത്തി ഇടരുത് കേട്ടോ, എന്നാലും ഇങ്ങനെ പുട്ട് കട്ടിയായി പോകും, ഭയങ്കര ഹാർഡായി പോകും. ഇങ്ങനെ ജസ്റ്റ് ഇടേ ചെയ്യാം, ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ നമ്മുടെ നിറഞ്ഞ പുട്ടുകുറ്റിയെ വച്ച് ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ ആയി വരും കേട്ടോ. പുട്ട് നല്ല പാകമായിട്ട് കുക്കായി വരും. അങ്ങനെ നമ്മുടെ 3ാമത്തെ പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ 3 പുട്ട് മാമ്പഴപ്പുട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള 3 മാമ്പഴപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാമ്പഴം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.